നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അതുപോലെ തന്നെ ഈ അനസ് പൊള്ളാച്ചിലിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരുപാട് പേര് കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്കെച്ചിട്ട് ഒരുപാട് പേര് മർഡറാവേണ്ട ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കുറെ പേരുടെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പ്രമുഖരുണ്ട്. കൊച്ചി വാഴുന്നത് ഗുണ്ടാ സംഘങ്ങൾ. സ്വർണം പൊട്ടിക്കാൻ പോകുന്നത് കൊച്ചിയിലെ ഗുണ്ടാപ്പട. രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും സ്വന്തം ഗുണ്ടകളും. ന്യൂസ് 18 മെഗാ എക്സ്ക്ലൂസീവ്. കൊല്ലം ജോനകപ്പുറത്ത് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് പാഞ്ഞുകയറി ഒരു മരണം. മരിച്ചത് തമിഴ്നാട് സ്വദേശി. 9 പേർക്ക് പരുക്ക്. കാടിറങ്ങി വന്യമൃഗങ്ങൾ. മൂന്നാറിൽ കരിമ്പുലി. കോതമംഗലം മാമലക്കണ്ടത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി. ചിന്നക്കനാലിൽ കൃഷിയിടങ്ങളിൽ നാശം വിതച്ച് ചക്കക്കൊമ്പൻ. ഇടുക്കി കട്ടപ്പനയിൽ നടുറോഡിൽ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനം. ആക്രമണം സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചോക്ലേറ്റ് നിർമ്മിച്ച് കാരശ്ശേരി സ്വദേശിനി. അഷികയെ തേടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഓർഡറുകൾ. വിശദമായ വാർത്തകൾ നോക്കാം. കൊച്ചി വാഴുന്നവർ. കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റേതാണ് വെളിപ്പെടുത്തൽ. വിവിധ ഗുണ്ടാ നേതാക്കളുടെ കീഴിലായി 300ഓളം സംഘങ്ങളുണ്ടെന്ന് ഔറംഗസേബ് പറയുന്നു. കൊട്ടേഷനൊപ്പം സ്വർണ്ണക്കടത്തും ലഹരി ഇടപാടുകളും നടക്കുന്നു. സിനിമാ രാഷ്ട്രീയ നേതാക്കളുമായും ഗുണ്ടാ സംഘങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട്. നടൻ ഷിയാസ് കരീമിന് ഗുണ്ടാ നേതാക്കളുമായി ബന്ധമുണ്ടെന്നും ഔറംഗസേബ് ആരോപിച്ചു. പ്രൊമോഷണൽ റീൽസും മറ്റും ഇറക്കിയാണ് യുവാക്കളെ ആകർഷിക്കുന്നത്. ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്ററും കൊച്ചി ബ്യൂറോ ചീഫുമായ ടോം കുര്യാക്കോസിനാട് ആണ് ഔറംഗസേബ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 10 മണിക്ക് പോലീസ് പട്രോളിൽ കാണാം. അതുപോലെ തന്നെ ഈ അനസ് പൊള്ളാച്ചിലിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരുപാട് പേര് കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്കെച്ചിട്ട് ഒരുപാട് പേര് മർഡറാവേണ്ട ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കുറെ പേരുടെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പ്രമുഖരുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉള്ള ഒരുപാട് പേര്. മറ്റ് എതിർ പാർട്ടിയിലുള്ളവരോ എതിർ പാർട്ടിയിലുള്ളവരല്ല എന്ന് വെച്ചാൽ വ്യക്തി വൈരാഗ്യം കൊണ്ടിട്ട് വന്ന കുറെ സംഭവങ്ങളുണ്ട്. അനസിനുള്ള വൈരാഗ്യമാണോ അതോ വേറെ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്താൽ കൊട്ടേഷൻ കൊടുത്തു വേറെ ആൾക്കാർ കൊട്ടേഷൻ കൊടുത്തു. പ്രമുഖ നേതാക്കന്മാരുണ്ട്. അതിൽ പ്രമുഖ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇവര് വീണ്ടും സജീവമായിട്ടുണ്ടല്ലേ കൊച്ചി? എല്ലാരും റെഡി ആയിട്ട് നിൽക്കണം മൈൻഡാണ് എനിക്ക് ഇറങ്ങിയ എന്റെ ഒരു തോന്നല്. നിലവിൽ ആരൊക്കെ ഇപ്പം മരട് അനീഷ്, തമ്മനം ഫൈസല്, പിന്നെ ആരൊക്കെയാ പിന്നെ ഇപ്പൊ സജീവമായിട്ടുള്ളവര്? ഇപ്പൊ പറഞ്ഞൊരു ഫൈസലും അനീഷിന്റെ ആൾക്കാരും ഉണ്ട്. പിന്നെ മറ്റേ അനസ് പെരുമ്പാവൂർ പറഞ്ഞ ആളുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഓൾറെഡി. പുള്ളീനെ പറ്റി ഇപ്പൊ കുറച്ചൊക്കെ കേൾക്കാറുള്ളൂ, പിന്നെ അധികമൊന്നും കേൾക്കാറില്ല. എന്ന് വെച്ചാൽ ഉണ്ട് ഓൾറെഡി ആൾക്കാരെല്ലാരും ഉണ്ട്. പിന്നെ എല്ലാരും കുറെ മതിയായ ആൾക്കാരാണ്. കാര്യം കുറെ കേസും ബഹളവും ഒക്കെ വന്നിട്ട് എല്ലാരും ഒന്ന് ഒതുങ്ങിയൊക്കെ നിൽക്കുന്നതാണ്. പിന്നെ ഇപ്പൊ ഇടത്ത് പ്രശ്നങ്ങളുള്ള കാരണം ഇങ്ങനെ പോണതാണ്. ഇവര് വീണ്ടും ഈ മരടനീഷൊക്കെ വീണ്ടും രംഗത്തിറങ്ങി സമീപ ദിവസങ്ങളിൽ തന്നെയാണല്ലോ കൊച്ചിയിലൊക്കെ വലിയ സംഘടനകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സംഘടനകൾക്ക് വീണ്ടും ഒരു ഈ ഗ്യാങ് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വീണ്ടും സാധ്യതയുണ്ട് ഇവിടെ. അങ്ങനെ സാധ്യത കൂടുതലാണ്. കാര്യം പ്രശ്നങ്ങൾ ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട്. കുടിപ്പകയും പ്രശ്നങ്ങളും അങ്ങോട്ടും കൊണ്ടുണ്ടായ ഈഗോ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായ വഴികളാണ് വന്നേക്കണേ എല്ലാം.
മറ്റു വാർത്തകൾ കൂടി നോക്കാം. കൊല്ലം ജോനകപ്പുറത്ത് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. തമിഴ്നാട് കൊടമംഗലം സ്വദേശി പരശുരാമനാണ് മരിച്ചത്. 9 പേർക്ക് പരുക്കേറ്റു. ബൈക്ക് ഓടിച്ചിരുന്ന പള്ളിത്തോട്ടം സ്വദേശി സിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരുക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിനെതിരെ ബലാത്സംഗ കേസും. പൂജയുടെ ഭാഗമായി ഗന്ധർവൻ ചെയ്യുന്നതെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു സുഹൃത്തിന്റെ അമ്മയെ പീഡിപ്പിച്ചത്. 2016 ശേഷം പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. തിരുവനന്തപുരം നഗരവാസികളുടെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. നഗരത്തിലെ വിവിധ സ്റ്റേഷൻ പരിധികളിലായി 23 ഭവനഭേദന കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം ഈന്തിവിള സ്വദേശി ബാഹുലേയനെ വഞ്ചിയൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. ബാറ്ററി നവാസ്, ബ്രൂസ്ലി, ബിജു എന്നിവരുടെ കൂട്ടാളിയാണ് ബാഹുലേയനെന്ന് പോലീസ് പറയുന്നു. പ്രതി മോഷണശ്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. എറണാകുളം പറവൂരിൽ ഭർതൃപിതാവ് കഴുത്തറുത്ത് കൊന്ന യുവതിക്ക് വെടിയേറ്റിരുന്നതായി പോലീസ്. ഷാനുവിന്റെ നെറ്റിയിൽ വെടികൊണ്ട മുറിവുണ്ടെന്നും മൃതദേഹത്തിൽ നിന്നും പെല്ലറ്റുകൾ കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചു. തൃശൂർ ആറാട്ടുപുഴ തറയ്ക്കൽ പൂരത്തിനിടെ ആനകൾ ഇടഞ്ഞു. പൂരം ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടെ ഗുരുവായൂർ രവികൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പാപ്പാന്റെ നേരെ തിരിഞ്ഞ ആന കുത്താൻ ശ്രമിച്ചെങ്കിലും പാപ്പാൻ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. രവികൃഷ്ണൻ പിന്നീട് സമീപത്തുണ്ടായിരുന്ന പുതുപ്പള്ളി അർജുനൻ എന്ന ആനയെ കുത്തി. തുടർന്ന് മുളങ്ങ് ഭാഗത്തേക്ക് ഓടിയ ആനകളെ എലിഫന്റ് സ്ക്വാഡ് എത്തി തളച്ചു. കാസർഗോഡ് 7 കോടിയോളം രൂപയുടെ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ സൂക്ഷിച്ച കേസിൽ ഒളിവിൽ പോയ 2 പേരെ അമ്പലത്തറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരിയ CH ഹൌസിലെ അബ്ദുൾ റസാഖ്, മവ്വൽ സ്വദേശി സുലൈമാൻ എന്നിവരാണ് പിടിയിലായത്. ബത്തേരിയിലെ സ്വകാര്യ റിസോർട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇരുവരും. മൂന്നാറിൽ കരിമ്പുലി ഇറങ്ങി. ടൂറിസ്റ്റ് ഗൈഡാണ് മൂന്നാർ 7 മലയിൽ കരിമ്പുലിയെ കണ്ടത്. ജർമ്മൻ സ്വദേശികളുമായി ട്രക്കിങ്ങിന് പോയപ്പോഴാണ് കരിമ്പുലി മുന്നിൽപ്പെട്ടത്. 1.5 വർഷം മുൻപ് രാജമലയിലെ ക്യാമറയിൽ കരിമ്പുലിയുടെ ചിത്രം പതിഞ്ഞിരുന്നുവെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. ഇന്ന് രാവിലെ ഞാൻ 2 ജർമ്മൻ സായിപ്പുമായിട്ട് സൺറൈസ് ട്രക്ക് പോകുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടൊരു കാഴ്ച കിട്ടി. അത് കരിമ്പുലി എന്ന വകത്തിൽപ്പെട്ട ബ്ലാക്ക് പാന്തർ എന്ന് പറയും ചില ആൾക്കാർ, അല്ലെങ്കിൽ ബ്ലാക്ക് ലെപ്പേർഡ് എന്ന് പറയും. അത് എനിക്ക് കാണാനുള്ള ചാൻസ് കിട്ടി. മൂന്നാറിൽ ഏറ്റവും വളരെ റെയറായിട്ട് കിട്ടിയ ഒരു ഇതുവരെ എനിക്ക് മുമ്പ് ആരും കണ്ടിട്ടില്ല എന്ന എൻ്റെ ഒരു ഓർമ്മ. അത് എനിക്ക് കാണാൻ കിട്ടിയ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഈ കരിമ്പുലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം അനിമലും കൂടിയാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഈ മൈക്കിൾ ജാക്സന്റെ ആഡൊക്കെ കാണുമ്പോൾ ഈ കരിമ്പുലി ഞാൻ കണ്ടിട്ട് അന്ന് തൊട്ട് നമ്മുടെ ഒരു ഡ്രീമാണ് ഈ സംഭവത്തിനെ കാണാൻ കിട്ടുമോ, നമ്മുടെ ഒരു ഡ്രീമാണ്. ആ ഡ്രീം എനിക്ക് ഇന്ന് കാണാൻ പറ്റില്ല. വളരെ വളരെ സന്തോഷം. കാണുന്നത് മാത്രമല്ല, ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതിനെ കാണാൻ വേണ്ടി കുറേ പൈസകൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുറേ നാഷണൽ പാർക്സിലൊക്കെ പോയിട്ടും കിട്ടാത്ത ഒരു ചാൻസ് ഇന്ന് എനിക്ക് എൻ്റെ മൊബൈൽ ത്രൂ എനിക്കത് പകർത്താൻ പറ്റില്ല. വളരെ ഒരു സന്തോഷമാണ്. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മാമലക്കണ്ടത്ത് കൂനൻമലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. വീടും പുകപ്പുരയും കൃഷികളും നശിപ്പിച്ചു. മാമലക്കണ്ടം കൂനൻമല സ്വദേശി KK തോമസിന്റെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. സമീപത്തുള്ള ജോൺസൺ എന്നയാളുടെ പുകപ്പുരയും ആനകൾ നശിപ്പിച്ചു. കവുങ്ങ് ഉൾപ്പെടെയുള്ള കൃഷി ചവിട്ടിമെതിച്ചു. ആനക്കൂട്ടം എത്തിയപ്പോൾ തോമസും കുടുംബവും ബന്ധുവീട്ടിലായിരുന്നു. മേഖലയിൽ ആനക്കൂട്ടം സ്ഥിരമായി തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പൻ ഇറങ്ങി. കഴിഞ്ഞ രാത്രി സിംഗുകണ്ടത്തെത്തിയ ആന
പുലർച്ചെ വരെ ജനവാസ മേഖലയിൽ തുടർന്നു. പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ നാശവും വിധിച്ചു. സിംഗുകണ്ടത്ത് സ്ഥാപിച്ചിരുന്ന വേസ്റ്റ് ബിന്നുകളും ആന തകർത്തു. രണ്ടു മാസമായിട്ട് ആനകളെല്ലാം ബിയൽറാവ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായി നമ്മുടെ സിംഗണ്ടം പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ അനാസ്ഥ ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. മൂന്നാറിൽ ഇപ്പം ഡ്രോണ് മുതലായവ വെച്ച് നിരീക്ഷണം നടത്തുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബിയൽറാവിലെ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചു. ഇപ്പോൾ ആനയും 2 ദിവസമായിട്ട് സിംഗണ്ടത്ത് എത്തിയേക്കുവാണ്. അതുകൊണ്ട് വനം വകുപ്പ് അടിയന്തരമായിട്ട് RRT സംഘത്തെ ചിന്നക്കനാലിൽ സ്ഥിരമായി നിയമിക്കുകയും അവർക്ക് പ്രത്യേകം വണ്ടി കൊടുത്ത് ആനയെ നിരീക്ഷിക്കാനും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കാതെ ആളുകൾക്ക് ഉപദ്രവമില്ലാതെ ഉള്ള നടപടി വളരെ അടിയന്തരമായിട്ട് വൈൽഡ് ലൈഫ് വാർഡൻ സ്വീകരിക്കണമെന്നാണ് സിംഗണ്ടത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടുക്കി കട്ടപ്പനയിൽ നടുറോഡിൽ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനം. സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ അയൽവാസികളാണ് ഓട്ടോ ഡ്രൈവറായ സുനിൽകുമാറിനെ മർദ്ദിച്ചത്. സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി ഇരട്ടയാർ റോഡിലാണ് സംഭവം. ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. റോഡിലേക്ക് തള്ളിയിട്ട ശേഷം കമ്പ് ഉപയോഗിച്ച് തല്ലുകയായിരുന്നു. ഈ കൈക്കുണ്ട്, ഇതിനുണ്ട്, ഇത് മൊത്തം പരിക്കുണ്ട്, മൊത്തം പരിക്കും, നടക്കത്തില്ല. സകലമാന കേരളത്തിൽ ഒരിടവേള. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സ്ഥാനാർത്ഥികളുടെ ചിത്രം വെച്ചുള്ള ചോക്ലേറ്റ് കസ്റ്റമൈസ് ചെയ്തു നൽകുന്ന തിരക്കിലാണ് കോഴിക്കോട് കാരശ്ശേരി സ്വദേശിനി അഷീക ഖദീജ. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ഫോട്ടോ വെച്ചുള്ള ചോക്ലേറ്റിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും വീഡിയോ ഹിറ്റാവുകയും ചെയ്തതോടെയാണ് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ഓർഡർ അഷീകയെ തേടിയെത്തിയത്. കോഴിക്കോട് കാരശ്ശേരി സ്വദേശിനി റോച്ചി ചോക്ലേറ്റ്സ് ഉടമ അഷീക മജീദാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണ സമയത്ത് വിതരണം ചെയ്യാനായി ഫോട്ടോ വെച്ചുള്ള ചോക്ലേറ്റുകൾ നിർമ്മിച്ചു നൽകുന്നത്. വടകര പാർലമെന്റ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ MLAക്ക് പാലക്കാട്ടുകാർ നൽകിയ വൈകാരികമായ യാത്രയയപ്പ് കണ്ടതോടെയാണ് രാജ്യമെമ്പാടും ചോക്ലേറ്റുകൾ കസ്റ്റമൈസ് ചെയ്ത് ഓൺലൈൻ വഴി വിപണനം നടത്തുന്ന അഷീക ഇത്തരത്തിലൊരാശയത്തിലേക്ക് എത്തിയത്. തുടർന്ന് ഷാഫി പറമ്പിലിന്റെ ഫോട്ടോ വെച്ചുള്ള ചോക്ലേറ്റ് നിർമ്മിച്ച് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഈ വീഡിയോ വൈറലായി. ഇതോടെ KK ശൈലജ ടീച്ചർ, KC വേണുഗോപാൽ, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരും തെലങ്കാന, മഹാരാഷ്ട്ര, ആസാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വെച്ചുള്ള ചോക്ലേറ്റിനായി ഓർഡർ ലഭിക്കുകയായിരുന്നു. വടകര മണ്ഡലത്തിൽ തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KK ശൈലജ ടീച്ചറുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോട്ടയം തുഷാർ വെള്ളാപ്പള്ളി, പിന്നെ ആലപ്പുഴ KC വേണുഗോപാൽ, അങ്ങനെ ഒരുപാട് കേരളത്തിനകത്ത് തന്നെ ഒരുപാട് മണ്ഡലത്തിൽ നിന്ന് നമുക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ പുറത്തെ സ്റ്റേറ്റ്സിൽ നിന്നും നമുക്ക് ഇതുപോലെ കോൾസും എൻക്വയറീസും വന്നിട്ടുണ്ട്. അതിൽ തന്നെ തെലങ്കാന ദേശീയ പാർട്ടി, അവിടെ നിന്ന് നമുക്ക് ഓർഡർ കൺഫേം, തെലങ്കാന ദേശീയ പാർട്ടി, പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയുടേത്, പിന്നെ ആസാമിൽ നിന്നും ഒരുപാട് സ്ഥലത്തു നിന്ന് നമുക്ക് ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോവിഡ് കാലത്തിന് തൊട്ടു മുമ്പാണ് അഷീക എന്ന സംരംഭം ചോക്ലേറ്റ് കസ്റ്റമൈസ് ചെയ്ത് ഓൺലൈൻ വഴി വിപണനം ആരംഭിച്ചത്. ബർത്ത്ഡേ, വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കാണ് ചോക്ലേറ്റ് നിർമ്മിച്ചു നൽകുന്നത്. തെരഞ്ഞെടുപ്പിനായി ചോക്ലേറ്റ് നിർമ്മിച്ചു നൽകുന്നത് ഇതാദ്യമാണെന്ന് അഷീക പറയുന്നു. ന്യൂസ് 18 കാരശ്ശേരി. വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഇത് തെയ്യാട്ടക്കാലം കൂടിയാണ്. ക്ഷേത്രനഗരിയിലെത്തി തെയ്യങ്ങളെ വണങ്ങി അനുഗ്രഹം വാങ്ങുന്നതിനൊപ്പം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. വടക്കൻ കേരളത്തിൽ തെയ്യാട്ടക്കാലത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി വന്നെത്തിയതോടെ ക്ഷേത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനവും സജീവമാവുകയാണ്. ക്ഷേത്രത്തിലെത്തി തെയ്യങ്ങളുടെ അനുഗ്രഹം വാങ്ങുന്നതോടൊപ്പം അവിടെ എത്തിയ ഭക്തരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചാണ് സ്ഥാനാർത്ഥികളുടെ മടക്കം.
LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ മടിക്കൈ കക്കാട്ട് അടക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെത്തി അനുഗ്രഹം വാങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു മടങ്ങി. എന്റേതായിരിക്കുന്ന ഭക്തന്മാരുടേതായിരിക്കുന്ന സമക്ഷം കൈയെടുത്ത് ഉന്നതമായിരിക്കുന്ന ഒരു പദവിയിലേക്ക് എന്റെ അട്ടക്കാട് നിരക്കുന്ന തളിയാർവട്ടം നിരക്കുന്ന സാകേന ഒന്ന് കൈയെടുത്ത് ഭഗവാന്റേതായിരിക്കുന്ന അനുഗ്രഹം നേരിട്ട് വാങ്ങണമെന്ന് അത് പൂർവാധികം ഭംഗിയോടും അഭിമാനത്തോടും ഐശ്വര്യത്തോടും കൂടി തിളങ്ങിപ്പോരേണ്ടതായിരിക്കുന്ന അനുഭവം ഉണ്ടാക്കി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും ക്ഷേത്രത്തിലെത്തി ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചു. NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും ക്ഷേത്രങ്ങളിലെത്തിയുള്ള പ്രചാരണത്തിൽ സജീവമാണ്. വടക്കൻ കേരളത്തിൽ ക്ഷേത്രങ്ങൾക്ക് പുറമെ തറവാട്ട് ഭവനങ്ങളിലും ഇത് തെയ്യാട്ടക്കാലമാണ്. ഒപ്പം വടക്കിന്റെ സവിശേഷ ഉത്സവമായ പൂരമഹോത്സവം കൂടി വന്നെത്തിയതോടെ സ്ഥാനാർത്ഥികൾക്ക് ഇത് കൊയ്ത്തുകാലമാണ്. ന്യൂസ് 18 കാസർഗോഡ്. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ പട്ടാമ്പിയിൽ പ്രചരണം നടത്തി. വിളയൂർ കരിങ്ങനാട് നിന്നാണ് പ്രചരണം തുടങ്ങിയത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ്, ലിമൻ കോളേജ്, കാർഷിക സർവകലാശാല എന്നിവിടങ്ങളിലെത്തി വോട്ട് തേടി. തിരുവേഗപ്പുറ, കുലുക്കല്ലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലും പര്യടനം നടന്നു. പാട്ടുകാരായ പല സ്ഥാനാർത്ഥികളെയും നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പാട്ടുകാരൻ എന്നറിയപ്പെടാത്ത ഒരു ഉഗ്രൻ ഗായകനെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു സിനിമയിൽ പിന്നണി ഗായകനായി അരങ്ങേറ്റം നടത്തിയ കഥയും സ്ഥാനാർത്ഥി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. സസ്പെൻസ് നീട്ടുന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ ഒന്നാന്തരം പാട്ടുകാരൻ PJ ജോസഫിന്റെ പിൻഗാമികളിൽ ഒരാളായ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ് ആ പാട്ടുകാരൻ. പാട്ടുപാടി വോട്ട് തട്ടിയെടുക്കാൻ വന്നതല്ല ഫ്രാൻസിസ് ജോർജ്. കോട്ടയം കൈപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റിൽ വോട്ട് തേടിയെത്തിയതാണ്. സദസ്സിലെ പാട്ടുകാരിയെ സിസ്റ്റർമാർ പരിചയപ്പെടുത്തിയതോടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയും പാടുമെന്ന് ഒപ്പം വന്ന UDF പ്രവർത്തകർ. എന്നാൽ കേൾക്കണമെന്നായി സിസ്റ്റർമാർ. അങ്ങനെ ഒരു ഭക്തിഗാനം തന്നെ പാടിത്തുടങ്ങി. ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ റൂബി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ആലത്തൂരങ്ങടി നമ്മൾ പോയി വരുമ്പോൾ ആകാശം തൊട്ട് തലോടണൊരാൻ മരം കണ്ടെന്നേ, ആലിപ്പഴം പൂത്ത് നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. തനിക്ക് ഭക്തിഗാനത്തിൽ മാത്രമല്ല പിടിയെന്ന് ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18 മുന്നിൽ തെളിയിച്ചു. അങ്ങനെ അല്ലിയാമ്പൽ കടവിലേക്ക് ഒരു യാത്ര. അല്ലിയാമ്പൽ നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഇതിനിടെ ആ രഹസ്യവും ഫ്രാൻസിസ് ജോർജ് വെളിപ്പെടുത്തി. താനൊരു പിന്നണി ഗായകൻ കൂടിയാണ്. പക്ഷേ സിനിമ പുറത്തു വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു ഫിലിമിന് ഒരു പിന്നണി ഗാനം തന്നെ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ഫിലിം പുറത്തു വന്നില്ല. ജോയി ചമ്മാച്ചേരി പിടിക്കാൻ പോയ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഒരു പാട്ട് പാടാൻ, തമിഴ് പാട്ടായിരുന്നു. അത് പാടി റെക്കോർഡൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ആ പാട്ട് തന്നെ മറന്നുപോയി. അത് പക്ഷെ സിനിമ പിടിച്ചില്ല. അപ്പോൾ ചുമ്മാ സൗഹൃദ ബന്ധത്തിൻ്റെ പേരിൽ ചുമ്മാ അങ്ങനെ പറഞ്ഞ് പാടി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളെ വല്ല പാർട്ടി ക്യാമ്പ് വരുമ്പോഴൊക്കെ ചുമ്മാ അങ്ങനെ പാടും. ജോസഫ് സാറൊക്കെ പാടുന്ന കൂടെയൊക്കെ പാടുന്ന അല്ലാതെ ഉണ്ട്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് പാടാനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ വിദേശത്തൊക്കെ പോകുമ്പോൾ സാറിന് എല്ലാവരും എവിടെ ചെന്നാലും ആളുകൾ പാട്ട് പാടാനാണ് പറയുക. പ്രസംഗിക്കാൻ പറയുന്നതൊക്കെ കൂടുതൽ സാറേ ഒരു പാട്ട് പാടണമെന്ന് പറയും. അപ്പം അങ്ങനെ പാടുമ്പോൾ സാറിൻ്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ.
പാട്ടും പരിപാടിയും ഒക്കെ കഴിഞ്ഞെങ്കിലും താനൊരു പാട്ടുകാരനാണെന്ന രഹസ്യം പുറത്തായത് ഒരൽപ്പം ആശങ്കയോടെയാണ് ഫ്രാൻസിസ് ജോർജ് കാണുന്നത്. ഇനി പല വേദികളിലും പാട്ടുപാടണം എന്ന ആവശ്യം സ്വാഭാവികമായും ഉയരും. പൊതുവെ വരികൾ ഓർത്തുവെക്കാത്ത തനിക്ക് അതൊരു വെല്ലുവിളിയാകുമെന്നാണ് പ്രിയപ്പെട്ടവരുടെ രാജുചേട്ടൻ പറയുന്നത്. ഞാൻ അതുകൊണ്ട് മിണ്ടാറില്ല. ഇതിന് പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ അവത്താണ്. ആളുകൾ പറയും പാട്ട് പാടാൻ പറയും. നമുക്ക് വല്ല പാട്ട് പറയാം. അല്ലിയാമ്പൽ നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. ഇനി സ്വർണം വെള്ളി നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6085 രൂപ, പവൻ 48,680 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5100 രൂപ, പവന് 40,800 രൂപ. വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോ 79,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.